അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റേഷ്യോ ഓഫ് മിക്സ്ചേഴ്സ്, അതായത് ചേരുവകളുടെ ബന്ധം. എന്താണ് റേഷ്യോ ഓഫ് മിക്സ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ വീട്ടിൽ കാലത്ത് എഴുന്നേറ്റ് ചായ കുടിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ചായ കുടിക്കുമ്പോൾ നമുക്കറിയാം അതിൽ പ്രധാനമായി എന്താണ് ഒഴിക്കുക? വെള്ളവും പാലും അല്ലേ. അപ്പോൾ ഈ വെള്ളവും പാലും നമ്മൾ ചായയിൽ ആവശ്യത്തിനില്ലെങ്കിൽ ആ ചായക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ. അതേപോലെ തന്നെ ഇനി പാലിൻ്റെ അളവ് കൂടിയാലോ, അപ്പോൾ നമുക്ക് ഒരു പാലിൻ്റെ കുത്തെടുക്കും അല്ലേ. അതായത് നമുക്ക് ചായയുടെ ഒരു ശരിയായ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇവ രണ്ടും കൃത്യമായ അളവിൽ തന്നെ ചേർന്നാലാണ് നമുക്ക് നല്ല ചായയുടെ ടേസ്റ്റ് കിട്ടുക. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ വീട്ടിൽ ഈ ഇഡ്ഡലി ഉണ്ടാക്കാറുണ്ട് അല്ലേ, അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ദോശക്ക് നമുക്കറിയാം, അല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നമുക്കറിയാം അരിയും ഉഴുന്നും അരച്ചിട്ടാണ് അല്ലേ. അപ്പോൾ വീടുകളിൽ തലേദിവസം രാത്രി തന്നെ അമ്മമാർ അല്ലെങ്കിൽ ഉമ്മമാർ ഈ അരിയും ഉഴുന്നും ഒക്കെ അരക്കുന്നത് കാണാം അല്ലേ, മിക്സിയിലിട്ട് അരക്കുന്നത് കാണാം. അപ്പോൾ അവിടെയും കൃത്യമായ അളവിൽ, അതായത് അരി ഇത്രയുണ്ടെങ്കിൽ ഉഴുന്ന് ഇത്ര അല്ലേ, അങ്ങനെ കൃത്യമായ അളവിലായിരിക്കും അവർ അളന്നിട്ടായിരിക്കും ഇത് അരയ്ക്കാൻ വേണ്ടി എടുക്കുക. അപ്പോൾ അതിൽ ഉഴുന്നിൻ്റെ അളവ് കൂടിയാലും അതിൻ്റെ ടേസ്റ്റ് മാറും, ഉഴുന്നിൻ്റെ അളവ് കുറഞ്ഞാലും അതിൻ്റെ ടേസ്റ്റ് മാറും. അപ്പോൾ നിങ്ങളൊക്കെ അടുക്കളയിൽ അമ്മമാർ അല്ലെങ്കിൽ ഉമ്മമാരൊക്കെ ഹെൽപ്പ് ചെയ്യാറില്ലേ? നമ്മൾ എപ്പോഴും സമയം കിട്ടുമ്പോഴൊക്കെ അവരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കണം, കളിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ അടുക്കളയിൽ അമ്മമാരെയും ഉമ്മമാരൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ പുട്ട് ചുടുമ്പോൾ അറിയാം അല്ലേ, പുട്ട് ചുടുമ്പോൾ പുട്ടുപൊടിയിലെടുത്ത് വെള്ളം ഒഴിക്കുന്നത് കാണാം. ആ വെള്ളം കുറേ അങ്ങോട്ട് വെള്ളം കോരി ഒഴിച്ച് കഴിഞ്ഞാൽ എന്താവും? പുട്ടാകെ കൊള്ളാവും. ഇനി വെള്ളം കുറഞ്ഞാലോ പുട്ട് നമുക്ക് തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയില്ല അല്ലേ. അപ്പോൾ അവിടെയും അവർ ചെയ്യുന്നത് കാണാം, ഒരു കൃത്യമായ അളവിൽ പൊടി എടുത്തു കഴിഞ്ഞാൽ അത്ര അതിന് കണക്കാക്കി വെള്ളം ഒഴിക്കും അല്ലേ, എന്നിട്ട് മിക്സ് ചെയ്യും. അപ്പോൾ അവിടെയും എന്താണ്, ഈ വെള്ളവും പുട്ടുപൊടിയും ഒരു അനുപാതത്തിലാണ് എടുക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമുക്കിന്ന് ചെയ്യാനുള്ളത്. അപ്പോൾ നാം ഇതിനു മുമ്പ് ചെയ്ത ചോദ്യങ്ങളിൽ നമുക്ക് അളവുകൾ തന്നിട്ട്, ഏതെങ്കിലും രണ്ട് അളവുകൾ തന്നിട്ട് അവയുടെ റേഷ്യോ, അതായത് അംശബന്ധം എഴുതാനായിരുന്നു പറഞ്ഞത് അല്ലേ. ഇതിപ്പോൾ നമുക്ക് റേഷ്യോ തരും, അതിൽ ഏതെങ്കിലും രണ്ട് അളവുകളിൽ ഏതെങ്കിലും ഒരു അളവ് തരും, എന്നിട്ട് മറ്റേ അളവ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാം റെഡി ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 90. ആദ്യത്തെ ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ടു മേക്ക് ദോശ വി നീഡ് ടു ടേക്ക് 2 cups ഓഫ് ബ്ലാക്ക് ഗ്രാം ഫോർ എവറി 6 cups ഓഫ് റൈസ്. ഫോർ 9 cups ഓഫ് റൈസ് ഹൗ മെനി കപ്സ് ഓഫ് ബ്ലാക്ക് ഗ്രാം ഷാൽ ബി ടേക്കൺ. അപ്പോൾ ചോദ്യം എപ്പോഴും നന്നായിട്ട് വായിച്ചു നോക്കണം. ചോദ്യം കണ്ടുകൊണ്ടാത്തൊരു ഉത്തരം എഴുതാൻ നോക്കരുത്. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? ദോശ ഉണ്ടാക്കാൻ അല്ലേ, ദോശ ഉണ്ടാക്കാൻ അരി 6 കപ്പ് അരിക്ക് 2 കപ്പ് ഉഴുന്ന്, ബ്ലാക്ക് ഗ്രാം എന്ന് പറഞ്ഞാൽ ഉഴുന്ന്. അപ്പോൾ 6 കപ്പ് അരി എടുക്കുകയാണെങ്കിൽ 2 കപ്പ് ഉഴുന്ന് എടുക്കണം, അതാണ് കണക്ക്. അങ്ങനെയാണെങ്കിൽ 5 കപ്പ് അരി എടുത്താൽ എത്ര കപ്പ് ഉഴുന്നെടുക്കേണ്ടി വരും? ഇതാണ് ചോദ്യം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ ഉഴുന്നിൻ്റെയും അരിയുടെയും അംശബന്ധം എഴുതാം. അപ്പോൾ അതിൻ്റെ ഓർഡർ തെറ്റരുത്. ഉഴുന്ന് ആദ്യം എഴുതി കഴിഞ്ഞാൽ ഉഴുന്നിൻ്റെ റേഷ്യോ എഴുതണം, അരിയാണെങ്കിൽ അരിയുടെ റേഷ്യോ എഴുതണം. ഓർഡർ മാറാതെ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് എഴുതാം ബ്ലാക്ക് ഗ്രാം ഈസ് ടു റൈസ് അല്ലേ, റൈസ്, അതായത് ഉഴുന്ന് ഈസ് ടു അരി. 2 കപ്പ് ഉഴുന്നിന് 6 കപ്പ് അരി അല്ലേ, അപ്പോൾ 2:6. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്ന് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കിയിടാം. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് അവസാനം എത്തുമ്പോൾ ഗുണിക്കാനോ മറ്റോ എളുപ്പമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ചെറുതാക്കാൻ പറ്റാണ് ഇതിനെ നമുക്ക് ഇവിടുന്ന് ചെറുതാക്കിയിടാലോ. 2:6 എന്ന് പറഞ്ഞാൽ 2നെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1:3 എന്ന് എഴുതാം. അതല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഏത് രീതിയിൽ ചെയ്യാം. ഒന്ന് ചെറുതാക്കിയിടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സൗകര്യമായിരിക്കും. ഇനി നമ്മോട് എന്താ പറഞ്ഞിട്ടുള്ളത്? 9 കപ്പ് അരിയുണ്ട് അല്ലേ. അപ്പോൾ ബ്ലാക്ക് ഗ്രാം ഈസ് ടു റൈസ് എന്ന് പറഞ്ഞാൽ 1:3. ഇനി അരിയുടെ അളവ് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 9 കപ്പ് അല്ലേ. അപ്പോൾ നമുക്ക് അരിക്ക് പകരം 9 എന്ന് എഴുതാം. അപ്പോൾ ബ്ലാക്ക് ഗ്രാം ഈസ് ടു അരി എത്രയാണ്? 9 അല്ലേ, ഈക്വൽ ടു 1:3. ഇനി നമുക്ക് അംശബന്ധത്തെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിന് നമുക്ക് ബ്ലാക്ക് ഗ്രാം ഉഴുന്ന് അല്ലേ, ബ്ലാക്ക് ഗ്രാം ഈസ്റ്റ് 9 പകരം ബൈ 9.
സീക്വൽ ടു എന്തെന്ന് എഴുതാം 1/3. ഇതിൽ നോക്കി കഴിഞ്ഞാൽ ബ്ലാക്ക് ഗ്രാം അല്ലേ, ഉഴുന്നിൻ്റെ വില മാത്രം നമുക്ക് അറിയാത്തുള്ളൂ, ബാക്കി 3 നമുക്കറിയാം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ബ്ലാക്ക് ഗ്രാം സീക്വൽ ടു ഇപ്പുറത്തുള്ള അതേപോലെ തന്നെ എഴുതാം 1/3. നോക്കിയാൽ ബൈ അല്ലെ, ഹരിക്കണം 9 അപ്പോൾ നമ്മൾ സമചിഹ്നത്തിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? ഹരിക്കണം എന്നുള്ളത് ഗുണിക്കണം എന്നായി മാറും അല്ലേ. അപ്പം ഇൻറ്റു ഗുണിക്കണം 9, 9/3 എന്നായി. 1 × 9 9/3. 9/3 എത്രയാണ്? 3. അപ്പോൾ നമുക്ക് 3 കപ്പ് എന്ത് വേണ്ടി വരും? ഉഴുന്നുണ്ടെങ്കിൽ നമ്മൾ ഉഗ്രൻ ദോശ ഉണ്ടാക്കാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ടു പ്ലാസ്റ്റർ ദി വാൾസ് ഓഫ് എ ഹൗസ്, സിമെന്റ് ആൻഡ് സാൻഡ് ആർ മിക്സഡ് ഇൻ ദി റേഷ്യോ 1:5. 45 sacks of cement were bought. How many sacks of sand are needed? അപ്പോൾ നമുക്കറിയാം വീടിൻ്റെ ചുമരൊക്കെ തേക്കണമെങ്കിൽ എന്ത് വേണം? സിമെൻറ്റും വേണം, വെള്ളവും വേണം, അതുപോലെ തന്നെ മണലും വേണം അല്ലേ. അപ്പോൾ പ്രധാനമായും സിമെൻറ്റും മണലും അത് 1:5 എന്ന അംശബന്ധത്തിലാണ് ഉപയോഗിക്കുക. അപ്പോൾ സിമെൻറ്റ് 1 ചാക്കാണെങ്കിൽ മണൽ 5 ചാക്ക്. ഇനി നമുക്ക് ഇങ്ങനെ ഈ പണിക്കായിട്ട് 45 ചാക്ക് സിമെൻറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ചാക്ക് മണൽ വാങ്ങേണ്ടി വരും? ആദ്യം എന്ത് വേണം? ആ തന്നിട്ടുള്ള അംശബന്ധം കൂടി എഴുതാം, റേഷ്യോ എഴുതാം. അപ്പോൾ സിമെൻറ്റ് അല്ലേ, സിമെൻറ്റ് ഈസ്റ്റു എന്താണ്? സാൻഡ് അല്ലേ. സിമെൻറ്റും മണലും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? സിമെൻറ്റ് 1 ആണെങ്കിൽ മണൽ എത്ര വേണം? 5, 1:5. ഇവിടെ നമുക്ക് എന്തിൻ്റെ അളവാണ് തന്നിട്ടുള്ളത്? സിമെൻറ്റിൻ്റെ അളവ് തന്നിട്ടുണ്ട് അല്ലേ. എത്രയാണ്? 45 ചാക്ക്. അപ്പോൾ സിമെൻറ്റിന് പകരം 45 ഈസ്റ്റു മണൽ അങ്ങനെ തന്നെ, മണൽ സീക്വൽ ടു എന്ത് വരും? 1:5. ഇവിടെ 1:5 തന്നെയാണ്, അതുകൊണ്ട് നമുക്കത് ചെറുതാക്കാനില്ല. ഇനി നമുക്ക് ഇതിനെന്ത് വേണം? ഫ്രാക്ഷനിൽ എഴുതാം, ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാം. അപ്പോൾ 45 ബൈ സാൻഡ് സീക്വൽ ടു 1/5. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഇതിൽ നമുക്ക് സാൻഡ് മാത്രമേ വില അറിയാത്തുള്ളൂ അല്ലേ, ബാക്കി 3 എണ്ണത്തിൻ്റെ വില അറിയാം. പക്ഷേ ഇവിടെ പ്രശ്നമുണ്ട്. എന്താണ്? നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ കണക്കിൽ എന്തായിരുന്നു? ഇത് മുകളിലായിരുന്നു അല്ലേ. അതായത് നമുക്ക് ഉഴുന്ന് കണ്ടുപിടിക്കാൻ ഉഴുന്ന് മുകളിലായിരുന്നു, അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, പക്ഷേ അത് നിങ്ങൾക്കിപ്പോൾ പഠിക്കാനില്ല. അത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിക്കുള്ളൂ. അപ്പോൾ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം? നമ്മൾ വ്യുൽക്രമം അല്ലേ, വ്യുൽക്രമം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിയേ 45 ബൈ സാൻഡ് ആണ്. അപ്പോൾ സാൻഡ് അടിയിലാണ്, സാൻഡ് മുകളിലായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യായിരുന്നു അല്ലേ. നാം നേരത്തെ ചെയ്ത പോലെ ചെയ്യായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സാൻഡിനെ പിടിച്ച് മുകളിലിടാം. സാൻഡിനെ മുകളിലിട്ട് കഴിഞ്ഞാൽ ആര് വരും? 45 അടിയിൽ പോവും അല്ലേ. അതായത് റെസിപ്രോക്കൽ, അത് വ്യുൽക്രമം. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയാൽ, അപ്പോൾ നമ്മൾ ഇതിനെ സാൻഡിനെ മുകളിൽ കൊണ്ടുവന്നു, ബൈ 45 അടിയിൽ കൊണ്ടുപോയി. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പുറത്ത് ആരാണോ അവരെയും അങ്ങനെ തിരിച്ചിടേണ്ടി വരും. ഒരാളെ മാത്രം തിരിച്ചിടരുത്. അപ്പോൾ ഇപ്പുറത്ത് തിരിച്ചിട്ടാൽ അപ്പുറത്തും തിരിച്ചിടണം. അപ്പോൾ ഇവിടെ 1/5 പകരം 5/1 എന്ന് എഴുതാം. ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ ആയല്ലോ അല്ലേ. ഇനി നമുക്ക് സാൻഡിനെ കാണാമല്ലോ. അപ്പോൾ സാൻഡ് സീക്വൽ ടു എന്താണ്? ഇപ്പുറത്തേതാണ്? 5/1. ഇനി ഇവിടെ ഹരിക്കണം 45, അങ്ങോട്ട് പോകുമ്പോൾ ഗുണിക്കണം 45 മാറി. അപ്പോൾ നോക്കിയേ 45 × 5 നോക്കുമ്പോൾ എത്ര വരും? 225 അല്ലേ. അപ്പോൾ ഒന്ന് ഗുണിച്ച് നോക്കാം, 225 കിട്ടും. ബൈ 1, 225/1 എന്ന് വെച്ചാൽ 225 തന്നെ അല്ലേ. അപ്പോൾ 225 ചാക്ക് എന്ത് വേണം? മണൽ നമുക്ക് വേണം. അപ്പം ഇനി വീടുകളിൽ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ തന്നെ കണക്കൂട്ടി പറയില്ലേ എത്ര വേണ്ടി വരും എന്നൊക്കെ. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ അതൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ 3ാമത്തെ ചോദ്യം, അതും നല്ല ചോദ്യം തന്നെയാണ്. 12 liters of paint was mixed with 8 liters of turpentine while painting the house. How many liters of turpentine should be mixed with 15 liters of paint? നമുക്കറിയാം വീടുകളിൽ പെയിന്റ് പണി നടക്കുമ്പോൾ അല്ലേ, പെയിന്റ് നേരെ വാരി ചുമരുമ്പത്തേക്കാണ് ചെയ്യുക അല്ല. അതെന്ത് ചെയ്യും? ടർപ്പൻറ്റൈൻ കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അവർ പെയിന്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. 12 ലിറ്റർ പെയിന്റിന് 8 ലിറ്റർ ടർപ്പൻറ്റൈൻ. അങ്ങനെയാണെങ്കിൽ 15 ലിറ്റർ പെയിന്റ് ഉണ്ട്. അപ്പോൾ എത്ര ലിറ്റർ ടർപ്പൻറ്റൈൻ വേണ്ടി വരും? അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണം? തന്നിട്ടുള്ള അംശബന്ധം കൂടി എഴുതാം. പെയിന്റും ടർപ്പൻറ്റൈനും അല്ലേ. അപ്പോൾ പെയിന്റ് ടർപ്പൻറ്റൈൻ
എന്താണ് റേഷ്യോ? 12 ലിറ്റർ പെയിന്റിന് എത്ര ലിറ്റർ ടർപ്പൻറ്റൈൻ വേണ്ടി വരും? 8 ലിറ്റർ ടർപ്പൻറ്റൈൻ. ഇതിൽ നമുക്ക് എന്താ തന്നിട്ടുണ്ട്? പെയിന്റിന്റെ അളവ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എത്രയാണ്? 15 ലിറ്റർ. അപ്പോൾ പെയിന്റിന്റെ സ്ഥാനത്ത് 15 എഴുതി. ഈസ്റ്റു ടർപ്പൻറ്റൈൻ ഈക്വൽ ടു 12:8. ഇവിടെ നോക്കിയാൽ നമുക്ക് ഈ 12:8 അല്ലേ, അത് നമുക്കൊന്ന് ചെറുതാക്കാലോ. 4 കൊണ്ട് 2നെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് 12/4 8/4 അല്ലേ, 2നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും 4 കൊണ്ട്. ആ 12/4 എത്രയാണ്? 3 ഈസ്റ്റു 8/4 2. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം? 12:8 വരെ 3:2 എന്ന് എഴുതാം. 3:2. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവസാനം ചെയ്യുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. നമുക്ക് ഇതിനെന്ത് ചെയ്യാം? ഇതിനെ ഫ്രാക്ഷൻ ആക്കാം അല്ലേ? അതായത് 15 ടർപ്പൻറ്റൈൻ ഈക്വൽ ടു 3/2. ഇവിടെ എന്താണ്? ടർപ്പൻറ്റൈൻ അടിയിൽ പോയി അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? ടർപ്പൻറ്റൈന് മുകളിൽ കൊണ്ടുവരാം. അപ്പോൾ എന്ത് ചെയ്യാക്കാം? വ്യുൽക്രമം എഴുതാം. നമ്മൾ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ ടർപ്പൻറ്റൈൻ ബൈ 15. അപ്പോൾ ഇവിടെയും നമുക്ക് മറിച്ചിടാം 2/3. ഇനി നമുക്ക് ടർപ്പൻറ്റൈൻ കാണാം അല്ലേ? അപ്പോൾ ടർപ്പൻറ്റൈൻ ഈക്വൽ ടു ഇവിടെ എന്താ ഉള്ളത്? 2/3. ഈ 15 അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ബൈ 15 അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 15. നോക്കിയാൽ ഇവിടെ 15 3 അല്ലേ? അപ്പോൾ 3 കൊണ്ട് നമുക്ക് 15 ഡിവൈഡ് ചെയ്യാൻ എത്ര പ്രാവശ്യം പോകും? 5 പ്രാവശ്യം. അപ്പോൾ 5 × 2 10. അപ്പോൾ 10 ലിറ്റർ എന്ത് വേണം? ടർപ്പൻറ്റൈൻ വേണം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്തും ചെയ്ത് നോക്കാം. ഇൻ എ വാർഡ് ഓഫ് എ പഞ്ചായത്ത് ദി വിമൻ ആൻഡ് മെൻ ആർ ഇൻ ദി റേഷ്യോ 11:10. There are 1793 women in the ward. How many men are there in the ward? What is the total number of women and men? അതായത് ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ സ്ത്രീകളും പുരുഷന്മാരും അവരുടെ റേഷ്യോ വന്നിട്ടുണ്ട് 11 സ്ത്രീകൾക്ക് 10 പുരുഷന്മാർ അല്ലേ? അങ്ങനെയാണ് തന്നിട്ടുള്ളത്. എന്നിട്ടോ ആ വാർഡിൽ 1793 സ്ത്രീകളുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ എത്ര പുരുഷന്മാരുണ്ടായിരിക്കും? അതൊന്നാമത്തെ ചോദ്യം. ഒരു ചോദ്യം കൂടിയും ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തം അവിടെ എത്ര പേരുണ്ടായിരിക്കും? അപ്പോൾ 2 ചോദ്യം. ഇതും വളരെ ഈസി തന്നെയാണ് അല്ലേ? നമ്മൾ ചെയ്ത് അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. ആദ്യം എന്ത് വേണം? തന്നിട്ടുള്ള റേഷ്യോ നമുക്ക് എഴുതാം. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള അംശബന്ധം അല്ലേ? അപ്പോൾ വിമൺ ഈസ് ടു മെൻ. എന്താണ് അംശബന്ധം? 11:10. ഇതാണ് അംശബന്ധം. ഇതിനെ നമുക്ക് ചെറുതാക്കാൻ കഴിയില്ലല്ലോ. ഇല്ല. അപ്പോൾ അതങ്ങനെ തന്നെ കിടന്നോട്ടെ. ഇനി ഇതിൽ ആരാണ് നമുക്ക് തന്നിട്ടുള്ളത്? സ്ത്രീകളെണ്ണം തന്നിട്ടുണ്ട് അല്ലേ? 1793. അപ്പോൾ ഇവിടെ നമുക്ക് സ്ത്രീകൾക്ക് പകരം 1793 ഈസ് ടു മെൻ ഈക്വൽ ടു 11:10. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫ്രാക്ഷൻ ആക്കാം. അപ്പോൾ 1793 ബൈ മെൻ പുരുഷന്മാർ ഈക്വൽ ടു 11/10. അപ്പോൾ ഇവിടെയും മെന്നെ അടിയിലാണ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ പിടിച്ച് മുകളിൽ കിട്ടണം. അപ്പോൾ എന്ത് വേണം? മെൻ ബൈ ഇതടിയിൽ പോന്നു 1793 ഈക്വൽ ടു ഇതിനെ മറിച്ചിടണം അല്ലേ? 10/11. അപ്പോൾ നമുക്കതിൽ നിന്ന് മെന്നെ കാണാലോ, പുരുഷന്മാരെണ്ണം കാണാലോ. ഇവിടെ എത്രയാണ്? 10/11 ഹരിക്കണം 1793 എന്തായി? ഗുണിക്കണം 1793. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമുക്കൊരു പണി ചെയ്യാം. 10 അവിടെ എടുക്കട്ടെ. 1793 നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് 10 കൊണ്ട് ഗുണിക്കാം. അതല്ല എളുപ്പം. അപ്പോൾ 1793 ഹരിക്കണം 11 അല്ലേ? അപ്പോൾ ആദ്യം 1 പോയില്ല, 17 എത്ര പ്രാവശ്യം പോകും? ഒരു പ്രാവശ്യം അല്ലേ? 1 × 11 11 മൈനസ് ചെയ്യുമ്പോൾ 6 1. ഇനി അടുത്തത് 9 കിട്ടു. ഇനി 69 11 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര പ്രാവശ്യം പോകും? 5 × 11 വെച്ചാൽ 55 വരെ അല്ലേ?
6×11 66. അപ്പോൾ ഒന്ന് സംശയമുള്ളൊരു ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ 6 പ്രാവശ്യം പോകും. 6×11 66. മൈനസ് ചെയ്യുമ്പോൾ എത്ര വന്നു? 3. അടുത്ത 3 അരക്കിട്ടു 33. ഇനി 11 കൊണ്ട് 33 ഡിവൈഡ് ചെയ്ത് എത്ര വരും? 3 അല്ലേ? 3×11 33. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 163. അപ്പോൾ 11 കൊണ്ട് 1793 ഡിവൈഡ് ചെയ്യുമ്പോൾ 163 നമുക്ക് കിട്ടി. അപ്പോൾ 10×163 അല്ലേ? 10×163 അങ്ങനെ എന്താ ചെയ്യാം? ഒരു 0, അപ്പോൾ ആ 0 ഗുണിക്കുമ്പോൾ ആ 0 കയറ്റിട്ട് കൊടുക്കുക. അപ്പോൾ 1630. അപ്പോൾ ഇവിടെ മെൻ കിട്ടി, അതായത് പുരുഷന്മാരുടെ എണ്ണം കിട്ടി 1630. ഇനി ചോദ്യം കഴിഞ്ഞാൽ അപ്പം തന്നെ വേഗം അടുത്ത ചോദ്യം എഴുതരുത്. അതിലൊരു ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് പലവരും അങ്ങനെ ചെയ്യും. അത് ഉത്തരപ്പിച്ച് 2 വരെയും വരച്ചിങ്ങായിട്ട് അടുത്ത 4 5 എഴുതും. അതാണ് ഞാൻ പറഞ്ഞത്, ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കാം. അപ്പോൾ അതിലൊരു ചോദ്യം കൂടിയുണ്ട്. എന്താണ് ചോദ്യം? അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ എത്ര പേരുണ്ടെന്ന്, മൊത്തം എത്ര പേരുണ്ടെന്നല്ലേ? അപ്പോൾ അതും കാണണ്ടേ? അപ്പോൾ എഴുതാം ടോട്ടൽ നമ്പർ ഓഫ് മെൻ ആൻഡ് വിമൻ സീക്വൽ ടു എത്ര വരും? ടോട്ടൽ നമ്പർ 1793 സ്ത്രീകളുണ്ട് പ്ലസ് 1630 പുരുഷന്മാരുണ്ട് അല്ലേ? അപ്പോൾ 3 2 4 3. അപ്പോൾ 3423 പേര് മൊത്തം ഉണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ.